Hello friends. നമ്മുടെ ഈ ലെസൺ അതായത് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ഇതിനോടനുബന്ധിച്ച് നമുക്ക് 3 ഗ്രാമർ ഐറ്റംസ് ഉണ്ട്. ക്ലാരിഫൈ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനുണ്ട്. അഡ്വർബ്, അഡ്വർബിയൽ ഫ്രേസ് ആൻഡ് അഡ്വർബിയൽ ക്ലോസസ്. നമുക്കിന്ന് അഡ്വർബ്സിനെ പറ്റി പഠിക്കാം. അഡ്വർബ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എങ്കിൽ ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അഡ്വർബ് എന്ന വെർബ് എന്നുള്ള വാക്കുണ്ട്, വി ആർ എന്ന് വെച്ചാൽ ക്രിയ. Adverb is always related to verbs. വെർബുമായിട്ട് ചേർന്നുള്ളതാണ് അഡ്വർബ് നിൽക്കുന്നത്. അഡ്വർബിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ക്രിയയുമായിട്ട് ചേർന്നതാണ്. ക്രിയ ഉദാഹരണം പറയുകയാണെങ്കിൽ വേഗത്തിൽ പോയി. പോയി എന്നുള്ളത് ക്രിയയല്ലേ. എങ്ങനെ പോയി? വേഗത്തിൽ പോയി, അതാണ് അല്ലേ. പലപ്പോഴും കണ്ടു. കാണുക എന്നുള്ള ക്രിയയാണ്. പലപ്പോഴും, എത്ര പ്രാവശ്യം, ഒരെണ്ണം എങ്ങനെയാണെന്നുള്ളത്. അപ്പം മാനർ എന്ന് പറയും. മാനർ ഏത് രീതിയിലാണ്. വേഗത്തിൽ പോയി എന്ന് വെച്ചാൽ ഏത് രീതിയിൽ പോയി? വേഗത്തിൽ പോയി. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാണ് മാനർ. ആഡ്വർബ്സ് ഓഫ് മാനർ എന്ന് പറയാം. ഇനി എത്ര പ്രാവശ്യം? പലപ്പോഴും പോയി. പലപ്പോഴും സിനിമ കാണാൻ പോയി, അല്ലേ. എല്ലായ്പ്പോഴും മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു, അത് ശരിയായൊരു കാര്യമല്ല. അപ്പോൾ എല്ലായ്പ്പോഴും എന്നുള്ളത് എത്ര പ്രാവശ്യം എന്നുള്ളത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി അതിത് അഡ്വർബ്സ് ഓഫ് മാനർ. പിന്നെ നമ്മൾ ഫ്രീക്വൻസി. ഞാൻ അവിടെ നിന്നു, ഞാൻ ഇവിടെ നിന്നു. ഇപ്പം സ്ഥലമാണ്. അപ്പം അതാണ് അഡ്വർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. സ്ഥലം, അഡ്വർബ്സ് ഓഫ് പ്ലേസ്. ഇനി ഞാൻ രാവിലെ എണീറ്റു. എണീറ്റത് എപ്പോഴാ? എണീക്കുക എന്നുള്ള വെർബാണ്. അപ്പം രാവിലെ, അപ്പം ആ ക്രിയയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്യാന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. MODIFY, മോഡിഫൈ. ഇപ്പം ക്രിയകളെ മോഡിഫൈ ചെയ്യുക, ക്രിയകളുടെ പ്രവർത്തനങ്ങളെ ഒരല്പം കൂടി വികസിപ്പിച്ച് കാണിക്കുന്ന ഏതൊരു സംഭവവും ആഡ്വർബാണ്. അത് ഒരു സിംഗിൾ വേർഡാകും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആകും. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് പറയും അഡ്വർബിയൽ ഫ്രേസ് എന്ന് പറയും. അഡ്വർബിയൽ ഫ്രേസ് മനസ്സിലായില്ലേ? നമ്മൾ പറയണ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. ആ വെരി ബ്യൂട്ടിഫുള്ളി രണ്ട് വാക്കുകളുണ്ട്. അതിന് അഡ്വർബിയൽ ഫ്രേസ് എന്ന് പറയും. വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. അഡ്വർബിയൽ ഫ്രേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. തൽക്കാലം നമുക്കിത് മാത്രം നോക്കാം. അപ്പോൾ ആഡ്വർബ്സ്, ടൈം, ഏർലി. ഇപ്പോൾ ആഡ്വർബ്സ് 4 തരമാണുള്ളത്. ഏതൊക്കെയാണ്? ഫ്രീക്വൻസി, മാനർ, പ്ലേസ്, ടൈം. ഇപ്പം എത്ര പ്രാവശ്യം എന്നുള്ള ഉത്തരത്തിനാണ് ഫ്രീക്വൻസി. എങ്ങനെ എന്നുള്ളതാണ് മാനർ. എവിടെ എന്നുള്ളതാണ് സ്ഥലം. സമയം, എപ്പോൾ എന്നുള്ളതാണ് നമുക്ക് സമയം, അതായത് അഡ്വർബ്സ് ഓഫ് ടൈം. ഞാനിവിടെ എഴുതി. ഇപ്പോൾ അഡ്വർബ് നമ്മുടെ എല്ലാ ഭാഷകളിലും ഉണ്ട് അഡ്വർബ്. അല്ലാതെ ഒരു പ്രത്യേക ഭാഷയ്ക്കുള്ള ഒരു സ്വന്തമൊന്നും അല്ലത്. അഡ്വർബ് ഏത് വാക്ക് ക്രിയയുടെ പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നു, അല്ലെ ക്രിയയുടെ പ്രവർത്തനങ്ങളെ വികസിപ്പിച്ച് കാണിക്കുക, അല്ലെ ക്രിയയുടെ പ്രവർത്തനങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെ ക്രിയയുടെ പ്രവർത്തനങ്ങളെ ഒന്നുകൂടി വിശദീകരിച്ച് കാണിക്കുക. ഇതെല്ലാം സെയിമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ വാക്കുകളാണ് അഡ്വർബ്സ്. മനസ്സിലാകുന്നു? ഉദാഹരണം നോക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് അഡ്വർബ്സ്, അഡ്വർബിയൽ ഫ്രേസസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അഡ്വർബിയൽ ക്ലോസസ് അത് നമുക്ക് വേറെ ക്ലാസ്സിൽ കാണാം. ഇത് റിവിഷനാണ്, അത് ആദ്യം പോലെ എടുക്കേണ്ട കാര്യങ്ങളൊന്നും. അപ്പം അഡ്വർബ്സ് ഓഫൺ കംസ്, പലപ്പോഴും വരുന്നു. ഓഫൺ, എങ്ങനെ, മാനർ. വെരി ഗുഡ്, അഡ്ജക്റ്റീവ്. അപ്പോൾ അഡ്വർബിൻ്റെ അഡ്ജക്റ്റീവിനെയും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മുമ്പ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ ക്രിയ, അഡ്ജക്റ്റീവ്. ടു സൂൺ, ഒരു അഡ്വർബിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ മുമ്പേ പറഞ്ഞ ആദ്യത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്വർബിന് വേണമെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ഗുഡ്, വെരി ഗുഡ്.
ഇറ്റ്സ് എ ഗുഡ് ബോയ്, വെരി ഗുഡ് ബോയ്. അപ്പോൾ വെരി എന്നുള്ളത് കാരണം അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാൻ പറ്റിയല്ലോ, അത് പറ്റിയ, അതുകൊണ്ട് അഡ്വേർബിൻ്റെ സഹായം എടുക്കും. ഇപ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഇതാണ്, അഡ്വേർബ് എന്ന് പറയുന്നത് ക്രിയയുമായിട്ട് ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ ഐറ്റമാണ് നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവിനെയും ഇതിന് വിശേഷിപ്പിക്കാൻ പറ്റും. മൂന്നാമത്തെ ഐറ്റമാണ് ഒരു അഡ്വേർബിനെ തന്നെ ഒരു അഡ്വേർബിന് വിശേഷിപ്പിക്കാൻ പറ്റും. അതാണ് ഈ മൂന്നാമത്തെ പറയുന്നത്. സൂൺ എന്നുള്ളത് അഡ്വേർബാണ്. സൂൺ കംസ്, ബട്ട് ടു സൂൺ, ഹി ഡിഡ് ഇറ്റ് ടു സൂൺ, അതിവേഗം എന്നുള്ള അർത്ഥം. ക്ലിയർ ആയല്ലോ? ക്ലിയർ. ഓക്കെ, അതുകൊണ്ടാണ് often very two are words that give more information about verb or adjective രണ്ടാമത്തെ കേസിൽ or adverb മൂന്നാമത്തെ കേസ്. ഇപ്പോൾ അഡ്വർബിൻ്റെ ഫങ്ഷൻ എന്നാന്ന് മനസ്സിലായി. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ വേണമെങ്കിൽ തന്നെ അഡ്ജക്റ്റീവിനെ നമുക്ക് പോഷിപ്പിക്കാം, ഒരു പോഷണമാണല്ലോ, ബൂസ്റ്റർ. അതുപോലെ അല്ലെങ്കിൽ അഡ്വർബിനെയും പോഷിപ്പിക്കാം അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാം, അതിൻ്റെ മീനിങ്. ഇനി സോ ആൻ അഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് എ വേർഡ്, ആൻ അഡ്ജക്റ്റീവ് ഓർ ആൻ അഡ്വർബ്. ഈ എക്സാമ്പിളാണ്, സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്. റിവിഷൻ അല്ല, റിവിഷൻ അതുകൊണ്ട് സൂക്ഷിക്കുക, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓൾറൈറ്റ്, ഇതാണ് ടൈപ്സ്. ഒന്നാണ് ഫ്രീക്വൻസി. ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? FMPT എന്ന് ഓർത്താൽ മതി. FMPT ഇതാണ് അഡ്വർബ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, എം എന്ന് പറഞ്ഞാൽ മാനർ, പി എന്ന് പറഞ്ഞാൽ പ്ലേസ്, ടി എന്ന് പറഞ്ഞാൽ ടൈം. ടൈം, ഈ 4 രീതിയിലാണ് വിശേഷണങ്ങൾ വരുന്നത്. വേറെ ചെറിയ രീതിയിലൊക്കെ വിശേഷണം വരുത്താം, എങ്കിലും മേജർ ടൈപ്സ്, 4 major types of adverbs in English, എല്ലാ ഭാഷയിലും ഇതാണ്. FMPT. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, എം എന്ന് പറഞ്ഞാൽ മാനർ, പി എന്ന് പറഞ്ഞാൽ പ്ലേസ്, ടി എന്ന് പറഞ്ഞാൽ ടൈം. അതിനുള്ള എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത്. ഫ്രീക്വൻസി അഡ്വേർബ്സ്. സെൽഡം, ഹി സെൽഡം കംസ്, ഹി ഓഫൺ ഗോസ്, ഹി നെവർ കംസ്. അത് ഫ്രീക്വൻസി അല്ല, ഒരിക്കലും വരുന്നതിനാണ് ഫ്രീക്വൻസി. He daily reads, he comes at times. കണ്ടോ, അതാണ് ഫ്രീക്വൻസി. പിന്നെ മാനർ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എന്നാണ്. മാനർ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഏത് രീതി, അതാണ് മാനർ. നീറ്റ്ലി, ഹി നീറ്റ്ലി ഡസ്. സ്ലോലി, ഹി വാക്സ് സ്ലോലി. കാംലി, ഹി സിറ്റ്സ് കാംലി. ക്വയറ്റ്ലി, ഷീ സിറ്റ്സ് ക്വയറ്റ്ലി. ബ്യൂട്ടിഫുള്ളി, she has done it beautifully. Place, here, he stands there, they stand there. വേറെ ഉണ്ട്, ഞാൻ പ്രത്യേകം തൽക്കാലം ഇത് കാണിക്കുന്നു. Time, he got up early, he came lately. Lately there is something. Lately the prices of commodities are coming down. So recently no, recently say lately. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ടൈം, സമയം, ടൈം. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇതെല്ലാം അഡ്വേർബ്സ് ആണ്. അതൊക്കെ ആ അഡ്വേർബിയൽ ഫ്രേസിനകത്ത് വരും. അതുകൊണ്ടാണ് ഞാനത് ഒറ്റയ്ക്ക് ഇത് ഇപ്പം അതെടുക്കാത്തത്. മനസ്സിലായില്ലേ? ഇപ്പം അഡ്വേർബ് എന്താണ്? മെയിനായിട്ട് അഡ്വേർബിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ക്രിയയെപ്പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിയ എങ്ങനെയായിരുന്നു. അത് 4. പിന്നെ അഡ്ജക്റ്റിനെ വിശേഷിപ്പിക്കാം, അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാം, അതുപോലെ അഡ്വർബിനെ തന്നെ മോഡിഫൈ ചെയ്യാം. മനസ്സിലായി? ടു ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അത് മോഡിഫൈ ചെയ്യുന്ന? അഡ്ജക്റ്റീവിനെയാണ്. ടു സൂൺ അഡ്വർബിനെ മോഡിഫൈ ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? ഇത് നമ്മൾക്കൊരു നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും, നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ അഡ്ജക്റ്റീവ് അഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ 4 തരം മേജർ, 4 തരത്തിലായിട്ടുണ്ട്. ഒന്ന് ഫ്രീക്വൻസി അഡ്വേർബ്സ്, എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എന്തൊക്കെ സംഭവിക്കുന്നതാണ്. 2 മാനർ അഡ്വേർബ്സ്, നമുക്ക് ഒന്നോർത്ത് ക്രിയയെ അങ്ങനെയല്ല നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ക്രിയ എത്ര പ്രാവശ്യം ചെയ്തു, ഏത് രീതിയിൽ ചെയ്തു, എവിടെ ചെയ്തു, എപ്പോൾ ചെയ്തു,
അതാണ് അല്ലേ? ഹൗ മെനി ടൈംസ് ഫ്രീക്വൻസി, ഹൗ എങ്ങനെ, മാനർ, വേർ, പ്ലേസ്, ആൻഡ് ദെൻ വെൻ, ടൈം. ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 4 തരം അഡ്വേർബ്സ് ആണ്. ഇനി ഈ അഡ്വേർബ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്, FMPT. ഓർഡറും അങ്ങനെ തന്നെ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം 4 നമ്മൾ എപ്പോഴും ഒരു സെൻറ്റൻസിൽ ഒരു അഡ്വേർബ് ഉണ്ടെങ്കിൽ ആ ക്രിയയ്ക്ക് മുമ്പാണ് ഫ്രീക്വൻസി അഡ്വേർബ്സ് ഉപയോഗിക്കുന്നത്. ഹി കംസ് ഓഫൺ എന്നല്ല, ഹി ഓഫൺ കംസ്. അതാണ് എഫ് ആണ് എപ്പോഴും ആദ്യം വരുന്നത്. ഹി ഓഫൺ കംസ്. രണ്ടാമത് ഫ്രീക്വൻസി കഴിഞ്ഞാൽ പിന്നെ മാനർ. ഹി വാക്സ് സ്ലോലി, ക്രിയയ്ക്ക് ശേഷം. ഹി സ്ലോലി വാക്സ് എന്ന് പറയാം, പക്ഷെ അത് അത്ര അക്സെപ്റ്റബിൾ അല്ല. ഹി വാക്സ് സ്ലോലി. ഹി വാക്സ് ഓഫൺ അക്സെപ്റ്റബിൾ അല്ല. ഹി ഓഫൺ വാക്സ്. ഹി വാക്സ് സ്ലോലി. ഹി കംസ് ഹിയർ, അല്ലാതെ ഹി ഹിയർ കംസ് എന്നല്ല പറയുന്നത്. ഹി കംസ് ഹിയർ, വെർബിന് ശേഷം. ഹി കംസ് ഹിയർ, he comes here early, not he early comes here. അങ്ങനെയും പറയത്തില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ എഴുതിയില്ല, അപ്പം നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഓർഡർ ഓഫ് യൂസ് ആണ്. ഇത് ഞാൻ തോത്ത് കളയാം. ഓക്കെ, ഇത് കളയാം. നിങ്ങൾ എഴുതി കളയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ എങ്ങനെയാണ് ഒരു സപ്പോസ് നമുക്ക് 4 അഡ്വേർബ് ഉള്ളൊരു സെൻറ്റൻസ് ഉണ്ടെന്ന് ചെയ്ത് നമുക്കൊരു സെൻറ്റൻസിൽ 4 അഡ്വേർബും ഉപയോഗിക്കണം. അപ്പം അതിൻ്റെ ഓർഡർ ഇങ്ങനെയായിരിക്കും. ആദ്യം ഫ്രീക്വൻസി വരും, ഒന്നതാണ്. രണ്ടാമത്തെ മാനർ അഡ്വേർബ് വരും. മൂന്നാമത്തെ പ്ലേസ് അഡ്വേർബ് വരും. നാലാമത്താണ് ടൈം വരുന്നത്. ഉദാഹരണം പറയാം. ഞാൻ ഒരു സെൻറ്റൻസ് എടുത്തു. വി ഫ്രീക്വൻ്റ്ലി ഉണ്ടോ, ആദ്യം വന്നതാണ് മാനർ. ഫ്രീക്വൻ്റ്ലി ആദ്യം വരുന്നത് ഫ്രീക്വൻസി. വി ഫ്രീക്വൻ്റ്ലി ഗോ സ്ലോലി ഉണ്ടോ, മാനർ. ടു to the ground, place, at noon. ഇങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം വരുന്നത്. യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഇപ്പം ഇതിനകത്ത് ഫ്രീക്വൻ്റ്ലി എന്നുള്ളത് ഫ്രീക്വൻസിയാണ്, സ്ലോലി എന്നുള്ളത് മാനറാണ്. അത് കഴിഞ്ഞിട്ടാണ് ടു ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അത് പ്ലേസ്, പ്ലേസ് അഡ്വേർബാണ്. അറ്റ് നൂൺ എന്നുള്ളത് ടൈമാണ്. ഇതാണ് FMPT എന്ന് ഞാൻ പറയുന്നത്. ഒരു വാക്യത്തിൽ 4 അഡ്വേർബും ഉപയോഗിക്കേണ്ടി വരുവാണ്. എൻ്റെ ഓർഡർ ഇങ്ങനെയായിരിക്കും. ആദ്യം ഫ്രീക്വൻസി, രണ്ടാമത് മാനർ, മൂന്നാമത് പ്ലേസ്, നാലാമത് ടൈം. ഇപ്പം നമ്മൾ സാധാരണയായിട്ടില്ലേ, ദ മീറ്റിംഗ് വിൽ ബി ഹെൽഡ് അറ്റ് 4 PM ഇൻ ഹാൾ നമ്പർ. ശരിയല്ല എന്ന് പറയാം. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. The meeting will be held at 4 PM in hall number 5. ഇങ്ങനെ എഴുതുന്നത് നോട്ട് സ്റ്റാൻഡേർഡ്. ശരിക്കും പറഞ്ഞാൽ the meeting will be held in hall number 5 at 4 PM. കാരണം ഈ ടൈം അഡ്വേർബാണ് ഏറ്റവും അവസാനം ഉപയോഗിക്കേണ്ടത്. FMPT എന്ന് ഞാൻ പറയുന്ന കാര്യം. ഫ്രീക്വൻസി മാത്രമുള്ള വെർബിന് ഉപയോഗിക്കുക. ബാക്കിയുള്ള പിന്നെ ഫ്രീക്വൻസി മാനറുണ്ടോ, ദെൻ ഫ്രീക്വൻസി ആദ്യം, വെർബ് മാനർ. ഫ്രീക്വൻസി മാനറും പ്ലേസും ഉണ്ടോ, അപ്പം ഫ്രീക്വൻസി ആദ്യം, മാനർ രണ്ടാമത്, പ്ലേസ് മൂന്നാമത്. ഫ്രീക്വൻസി മാനറും പ്ലേസും ടൈമും ഉണ്ടോ എങ്കിൽ
ഫ്രീക്വൻസി ആദ്യം, മാനർ രണ്ടാമത്, മൂന്നാമത് പ്ലേസ്, നാലാമത് ടൈം. അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഓർഡർ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇത് വി ഗോ സ്ലോലി ടു ദ ഗ്രൗണ്ട് അറ്റ് നോൺ. ഓൾ റൈറ്റ്, വി ഗോ ടു ദ ഗ്രൗണ്ട് അറ്റ് നോൺ. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നമ്മളിങ്ങനെ 4 മന്ദങ്ങളത്തെ കാര്യം പറയും. വെരി ഓഫ് ഐ ഓൾവേസ് സീ യു. ഉണ്ടോ ഫ്രീക്വൻസി? ഐ സീ യു ഓൾവേസ് എന്നല്ല, ഐ ഓൾവേസ് സീ യു. മനസ്സിലായില്ല? ഐ ഓൾവേസ് സീ യു. വി ഓഫൺ മീറ്റ്, അല്ലാതെ വി മീറ്റ് ഓഫൺ. ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുക വി മീറ്റ് ഓഫൺ എന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പമൊന്നും ചോദിച്ചാൽ ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് നല്ലത് ഇങ്ങനെ പറയുന്നതെന്നാണ് നമ്മുടെ നേറ്റീവ് യൂസേഴ്സ് ഓഫ് ലാംഗ്വേജ്. ഈ ഭാഷ അവരുടെ മദർ ടങ് ആയിട്ട് ഉപയോഗിക്കുന്നവരിങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറയും നമുക്കതേ പറയാൻ പറ്റും, അല്ലാതെ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ എന്നാൽ ആർക്കും പറയാൻ പറ്റില്ല. അപ്പം ഇതാണ് അഡ്വർബ്. ഇനി നിങ്ങൾക്കൊരു അഡ്വർബ് ഉണ്ടാക്കണം എന്നായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതായത് മിക്ക കേസിലും അഡ്ജക്റ്റീവിൻ്റെ അവസാനം ഒരു LY ഇട്ടാൽ മതി. ഹാപ്പി ഹാപ്പിലി, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളി, അല്ലേ? ക്വയറ്റ് ക്വയറ്റ്ലി, ക്വിക്ക് ക്വിക്ക്ലി, ലേറ്റ് ലേറ്റ്ലി, കാം കാംലി, സോഫ്റ്റ് സോഫ്റ്റ്ലി. ചിലതുണ്ട് അല്ലാത്തതുണ്ട്. ഫാസ്റ്റ് എന്നൊക്കെ ഫോർ എക്സാമ്പിൾ അഡ്ജക്റ്റീവ് അഡ്വർബ് ഏതാണ്ട് ഒരുപോലെ ഫാസ്റ്റ്ലി എന്ന് പറയുക അല്ലേ? ഹീസ് എ ഫാസ്റ്റ് റണ്ണർ അഡ്ജക്റ്റീവ് ആണ്. ഹി ഗോസ് ഫാസ്റ്റ് അഡ്വർബ്. മനസ്സിലായില്ല? അത് മാനർ അഡ്വർബ്. ഹി ഗോസ് ഫാസ്റ്റ്, ഹി വാക്സ് ഫാസ്റ്റ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള ഇത്ര മതിയില്ല. റിവിഷൻ ആയതുകൊണ്ടാണ് ഇത് ഒരു പാർട്സ്. വൺ ഓഫ് ദ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സംഭവം വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ കൊച്ചു ക്ലാസ്സിലൊക്കെ, അല്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ സംശയം തീർക്കാനുണ്ടെങ്കിൽ എൻ്റെ തന്നെ ലെക്ചേഴ്സ് ഉണ്ട്. ഞാൻ പറയില്ല ഇതിനകത്ത് ഗ്രാമർ സ്കൂൾ ആൻഡ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്. ഗ്രാമർ ട്യൂട്ടോറിയൽസിനകത്ത് ഗ്രാമർ സ്കൂളിനകത്ത് ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. വളരെ എക്സാമ്പിൾസൊക്കെ എടുത്ത് പടമൊക്കെ കാണിച്ച് എല്ലാം കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അതൊക്കെ നോക്കുക, അത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്നാ പഠിച്ചതെന്നാ അഡ്വർബ്. അഡ്വർബ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ചിൻ്റെ ഭാഗമാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ളത് നമ്മൾ സാധാരണ പാർട്സ് ഓഫ് സ്പീച്ച്, പാർട്ട് ഭാഗം, സ്പീച്ച് നമ്മുടെ ഭാഷ, ഭാഷയുടെ ഭാഗങ്ങളാണ്. ഇങ്ങനെ ആദ്യം ഇത് കണ്ടുപിടിച്ച ആളാണ് അരിസ്റ്റോട്ടൽ. ഇങ്ങനെ പാർട്സ് ഓഫ് സ്പീച്ച് ഗ്രാമർ എന്നായതിന് പേര് തന്നെ. ഇപ്പം ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് പഴഞ്ചൻ ഗ്രാമറാന്ന് പറയും. പക്ഷേ ബേസിക്കലി ഇപ്പോഴും പഠിപ്പിക്കുന്നതൊക്കെ തന്നെയാണ്, പല രീതിയിലാണ് മാത്രം. പാർട്സ് ഓഫ് സ്പീച്ച്, പാർട്സ് ഓഫ് സ്പീച്ച് ഭാഷയുടെ ഭാഗങ്ങൾ. സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷ നടത്തും. ഭാഷയുടെ ഭാഗങ്ങളാണ് നാമം, അല്ലെ? ക്രിയ, ഇത് കേട്ടിട്ടില്ലേ? നൗൺ, പ്രോനൗൺ, ഇങ്ങനെ പലതും കേട്ടില്ലേ? അതാണ് 1 2 3 4 5. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കിടക്കുന്നത് കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൺഫ്യൂഷൻ നീക്കണമേ, അതിനുള്ള റിവിഷൻ. ഞാൻ റിവിഷൻ നടത്തിയത് കൺഫ്യൂഷനിലേക്ക് ആക്കിവിടണ്ട. ഇപ്പം അഡ്വർബിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഫങ്ഷൻ അല്ലെ ജോലി എന്നൊക്കെയാണ്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വെർബിനെ പോഷിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവർത്തനത്തെ ഒന്നുകൂടെ വിശദീകരിച്ച് കാണിക്കുക. അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന് വിശേഷണങ്ങൾ എന്നൊക്കെ പറയാം. ഗുഡ്, വെരി ഗുഡ് എന്ന് പറയാം. വെരി എന്നുള്ള അഡ്വർബാണ്. ഗുഡ് എന്ന് പറയാൻ പറ്റിയത്. ഒരു അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കാൻ പറ്റിയല്ല. പക്ഷേ ഒരു അഡ്വർബിന് പറ്റും. നമുക്ക് പറയാൻ പറ്റുമോ? ഓ ഗുഡ് അങ്ങനെ പറയാൻ പറ്റില്ല. വെരി ഗുഡ് എന്ന് പറയാം. അതായത് പിന്നെ അഡ്വർബിനെ തന്നെ പോഷിപ്പിക്കാൻ പറ്റിയത് ചില സന്ദർഭങ്ങളിൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി എന്നൊക്കെ പറയും. പക്ഷെ അതങ്ങനെ അത്ര സാധാരണ ഉപയോഗിക്കുന്നില്ല. നമ്മൾ അവിടെയും പറഞ്ഞതാണ് സൂൺ എന്ന് പറയാൻ പറ്റിയതല്ല, ടു സൂൺ, അതിവേഗം എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അതാണ്. അപ്പം ഒരു അഡ്വർബിന് ക്രിയ, അഡ്ജക്റ്റീവ്, അഡ്വർബിനെ തന്നെയും വിശേഷം. അഡ്വർബ്സ് 4 തരമാണ്. ഒന്ന് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം, മാനർ ഏത് രീതിയിൽ, പ്ലേസ് സ്ഥലം, ടൈം സമയം. ഞാൻ ഉപയോഗത്തിൻ്റെ ക്രമം എങ്ങനെയാണ്?
ഒരു സെൻറ്റൻസിൽ ഏറ്റവും ഒരു ഫ്രീക്വൻസി അഡ്വർബ് ഉണ്ടെങ്കിൽ അത് വെർബിന് മുമ്പേ വരണം. ബാക്കിയുള്ളതെല്ലാം 1, 2, 3 ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ വെർബിന് മുമ്പ് ഫ്രീക്വൻസി വന്നു, വെർബിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് മാനർ വരും, അതിനുശേഷം പ്ലേസ് വരും, അതിനുശേഷം ടൈം വരും. ഇതാണ് അതിൻ്റെ ഓർഡർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഇനി നമുക്ക് തുടരാം.